യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. സർവ സൃഷ്ടികളുമൊന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളുമൊന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈ ചോണികാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈ ചോണികാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. തന്റെ കരുണയെത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. എന്റെ കരുണയെത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. ലംഘനങ്ങളും എന്നാകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താ. ലംഘനങ്ങളും എന്നാകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. രോഗശയ്യയിലെനിക്ക് സഹായകനും കാലഗീതവുമവൻ. രോഗശയ്യയിലെനിക്ക് സഹായകനും ഗീതവുമവൻ. നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ, ആത്മസഖിയുമവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ, ആത്മസഖിയുമവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. വാസം ചെയ്യുന്ന വിശുദ്ധർക്ക് അവകാശം ഞാനും പ്രാപിപ്പാം. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്ക് അവകാശം ഞാനും പ്രാപിപ്പാം. ദിവ്യാത്മാവാൻ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ തീർത്തിടുമേ. ദിവ്യാത്മാവാൻ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിടുമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, അവൻ എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നും കൂടെയുള്ളവൻ. നമുക്ക് സങ്കീർണം വായിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സങ്കീർണം 27 ഷാജമാസ്റ്റർ കടന്നു വായിക്കും. വാക്യപരിധി വാക്യം വായിക്കും.
27-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ ബലവും ആകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. നീ സന്നിധാനത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളണമേ. നിന്റെ മുഖം എനിക്ക് മറക്കരുത്. അടിയനെ കോപത്തോടെ നീക്കി കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കണമേ. എന്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. എന്റെ വൈരികളുടെ ഇഷ്ടത്തിന് യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. സ്വാഗതം ആസ്വദിക്കാൻ വേണ്ടി ബാബ ക്ഷണിക്കുന്നു. ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ ദേശത്ത്, ഈ ഭവനത്തിലെ ഇതുപോലെ ഒരു കൂടിവരവ്, പ്രത്യേകിച്ച് നമ്മുടെ PPCയുടെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ കൂടി വരാൻ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നമ്മളെ ഇവിടെ കൂട്ടിവരുത്തുകയും ദൈവത്തിൻ്റെ ആലോചനയ്ക്കും ദൈവത്തിൻ്റെതായിട്ടുള്ള നടത്തിപ്പിനൊക്കെ സമർപ്പിച്ചുകൊണ്ട് ആരോഗ്യത്തോടെ സമാധാനത്തോടുകൂടെ ഈ ഭവനത്തിലായിരിക്കാൻ, പ്രത്യേകിച്ച് ഈ ഭവനത്തിൻ്റെതായിട്ടുള്ള സന്തോഷത്തിൻ്റെ ആ വേളയിലെ നമുക്കുമായിരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കാൻ, സ്തോത്രം ചെയ്യും. ഇന്ന് നമുക്ക് ഇവിടെ വചനം നൽകുന്ന പ്രിയപ്പെട്ട സഹോദരനാണ്. PPCയോടെ ഏറ്റവും സന്തോഷത്തോടെ, വളരെ സ്നേഹത്തോടെ എപ്പോഴും ഇടപെടുന്ന, നല്ല ഉപദേശങ്ങൾ തന്ന് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന, വചനങ്ങൾ തന്ന് നമ്മളെ നയിക്കുന്ന, നമ്മുടെ നെറ്റിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ നമ്മോടൊപ്പം ഉണ്ട്. സഹോദരനാണ് നമുക്ക് ഇന്ന് വചനം തരുന്നത്. സഹോദരനെ നമ്മുടെ എല്ലാവരെയും സന്തോഷത്തോടുകൂടെ ഈ ഭവനത്തിലെ ഈ വചനം നൽകുന്നതിനെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കുന്നോളം ദേശത്ത് നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവരുണ്ട്. കാലത്ത് മുതൽക്കേ മീറ്റിങ്ങുകളിലൊക്കെ ആയിരുന്നു, നമുക്കറിയാം. പല മീറ്റിങ്ങുകളിലൊക്കെ ആയിരുന്ന നമുക്ക് വീണ്ടും ഈ സന്ധ്യയിലും ഈ രാത്രിയിലും നമുക്ക് നമ്മോടൊപ്പമായിരിക്കുന്നു. വചനത്തെ ശ്രദ്ധിക്കുന്നതിന് PPCയോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഞാൻ സ്നേഹത്തോടെ ഈ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഭവനത്തിൻ്റെതായിട്ടുള്ള ബന്ധുക്കളായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ആയിരിക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്, അതുപോലെ തന്നെ മറ്റ് സഹോദരങ്ങളുണ്ട്, കുഞ്ഞുമക്കളുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ തന്നെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും.
സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനാമിൽ പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമാനവധി വന്നിടിലും ആമേൻ വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലും നടത്തിടും അന്ത്യം വരെ. ആമേൻ എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലും നടത്തിടും അന്ത്യം വരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. നമ്മെ അന്ത്യം വരെയും കാക്കുവാനും പരിപാലിക്കുവാനും ശക്തനായ കർത്താവിനെയാണ് നമ്മൾ അനുഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവന്റെ ബലമുള്ള കൈക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് താഴ്ന്നിരിക്കാം. നാം വലിയ സംഗീതത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സംഗീതം 1-ാം വാക്യം പറയുന്നു, 27-ാം സംഗീതം 1-ാം വാക്യം പറയുന്നു, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാവുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ദാവീദിന്റെ വലിയ ദൈവത്തിൽ ആശ്രയിച്ചുള്ള ഒരു വലിയ സംഗീതം കാണാൻ സാധിക്കും. യഹോവന്റെ വെളിച്ചവും രക്ഷയുമാവുന്നു. ഇന്ന് നമ്മള് ലോകത്തേക്ക് നോക്കുമ്പോഴൊക്കെയും ഭയപ്പാടിന്റെയും വിറയലിന്റെയും പ്രതികൂലത്തിന്റെ ഒക്കെ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ ഈ ഭയപ്പാടിന്റെ അവസ്ഥയിലും രോഗത്തിന്റെ അവസ്ഥയിലേക്ക് നമുക്ക് ഭയം കൂടാതെ ജീവിക്കാൻ സാധിക്കുന്നത് നാം ദൈവകൃപയിൽ ആശ്രയിക്കുമ്പോഴാണ്. ദൈവത്തെ ബലം വെക്കുമ്പോഴാണ് നമുക്ക് ഈ ലോകത്തിലുള്ള പ്രതികൂലത്തിൽ നമുക്ക് അതിജീവിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നു. അതുകൊണ്ട് ലോകം പ്രതികൂലത്തിന്റെ അവസ്ഥയിൽക്കൂടി കടന്നു പോകുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഏറെ പ്രത്യാശയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർക്കറിയാം അവരുടെ രാജ്യവും നാടും ഇവിടെയല്ല, അക്കരയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും അക്കരയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. അതാണ് പാടാറുള്ളത്, അക്കരയ്ക്കോ യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ആമേൻ. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയോ കടലിനെയോ, ആമേൻ, കാറ്റിനെയോ കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. ആമേൻ. നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. ആമേൻ. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ആമേൻ. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഈ വീട് സന്ദർശിച്ചപ്പോൾ പ്രിയ പിതാവ് പറയാറുണ്ട്, ഇങ്ങനെ വെട്ടി യൂണിവേഴ്സിറ്റിയാണ് ഈ ദിവസത്തിലേക്ക്, അതുകൊണ്ട് കഴിയുമെങ്കിൽ ആ ദിവസം ഒരു പ്രാർത്ഥന വെക്കാൻ വേണ്ടി അദ്ദേഹം നമ്മോട് പറയുകയുണ്ടായിരുന്നു. അന്ന് അങ്ങനെ പ്രാർത്ഥന വെക്കാമെന്ന് പറയുകയും പിന്നീടാണ് നമ്മുടെ കമ്മിറ്റിയിലെ മിഷൻ എക്സ്പോ സംബന്ധിച്ച് ഒരു പ്രൊമോഷൻ മീറ്റിംഗ് ക്രമീകരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചത്. അത് വീണ്ടും സംയുക്തമായിട്ട് ഇങ്ങനെ നടത്താൻ വെച്ചപ്പോൾ പ്രിയ അപ്പച്ചനും മാതാവ് സമ്മതിക്കുകയായിരുന്നു. കർത്താവ് എന്നയോടെ നടത്തിയ കൃപയോ ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. നമ്മൾ ആയിരിക്കുന്നത് ദൈവ കൃപയിലാണ്. പ്രിയ അപ്പച്ചനോർത്തും അമ്മച്ചോർത്തും പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ്. മാത്രമല്ല നമ്മൾ 2022 ജനുവരി 26, 27, 28, 29 ദിവസങ്ങളായിട്ട് മിഷൻ എക്സ്പോ നമ്മൾ ക്രമീകരിക്കുന്നുണ്ട്. നമ്മൾ അതിന്റെ ഒക്കെയും ക്രമീകരണത്തിൽ ആയിത്തീർന്നിരിക്കുകയാണ്. കഴിഞ്ഞ മാസം അതിന്റെ പ്രഥമ കമ്മിറ്റി നമ്മൾ വിളിച്ചു കൂട്ടുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നടത്താമെന്നും തക്കതായ ആളുകളെ നമ്മൾ ക്രമീകരിച്ച് പ്രസംഗിക്കാൻ ഏൽപ്പിക്കാമെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അവിടെ കൂടി വന്നിരിക്കുന്നത്. പ്രത്യേകം പ്രാർത്ഥിക്കണമേ. മിഷൻ എക്സ്പോ എന്ന് പറയുമ്പോൾ പലർക്കും അതിനെക്കുറിച്ച് കൺവെൻഷൻ കേട്ടിട്ടുണ്ടായിരിക്കാം. എക്സ്പോ എന്താണെന്ന് അറിയാത്ത പലരും ഉണ്ടായിരിക്കാം. എക്സ്പോ എന്ന് പറയുന്നത് നമ്മൾ ആയിരിക്കുന്ന ശുശ്രൂഷയിൽ നിന്ന് അല്പം കൂടിയും ഒരു മുൻപോട്ടൊരു കാല് വയ്ക്കുക എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. കൺവെൻഷൻ നമ്മൾ വെറും പ്രസംഗം കേട്ട് പോവുകയാണെങ്കിൽ എക്സ്പോയിൽ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത് വിവിധ സംഘടനകളുടെയും സുവിശേഷകളുടെയും വർക്കിനെ പ്രൊമോട്ട് ചെയ്യുകയും നമ്മളായിരിക്കുന്ന ശുശ്രൂഷയിൽ നിന്ന് ഒരു സ്റ്റെപ്പ് കൂടി മുമ്പിൽ വെച്ചുകൊണ്ട് കർത്തൃവേലയിൽ ഏറെ മുൻപോട്ട് ചെയ്യുകയാണ് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഈ മിഷൻ എക്സ്പോ ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അതിന്റെ സൗണ്ട് സിസ്റ്റം, ക്രമീകരിക്കുന്ന പന്തല്, അതുപോലെ തന്നെ അതിന്റെ കസേരകള്, സ്റ്റേജ്, അതുപോലെ ലൈവ് ശുശ്രൂഷകള്, വരുന്ന പ്രസംഗകര്, ഫുഡ് ക്രമീകരണം, കമ്മിറ്റികള്, സാമ്പത്തികം, കാലാവസ്ഥ,
വാഹന ക്രമീകരണം, ഒട്ടേറെ വിഷയങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട് നമുക്ക്. അതുകൊണ്ട് അല്പസമയം നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ സമയം വേർതിരിക്കുകയാണ്. നമ്മൾ ഓരോ വിഷയം പ്രാർത്ഥിച്ച ശേഷം ചില പാട്ടുകൾ പാടുന്നതായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഒരുക്കത്തോടെ ഇരിക്കുക. പ്രാർത്ഥിക്കാനായി നമ്മൾ ഒരുക്കിയിരിക്കുന്നത് വളരെ ആവശ്യമാണ്. ഒരു പാട്ടിന്റെ ഈടും പാടാവുന്നതാണ്. പാട്ടെടുക്കുക. പാട്ടെടുക്കുക. എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിടുന്നു സാധു. എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിടുന്നു അന്ത്യത്തോളം ചിരകടിയിൽ അവൻ കാത്തിടും വരയിൽ. അന്ത്യത്തോളം ചിരകടിയിൽ അവൻ കാത്തിടും വരയിൽ. ആപത്തിലും രോഗത്തിലും ആപത്തിലും രോഗത്തിലും അവനാണെനിക്കഭയം. അവനാണെനിക്കഭയം. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിടുന്നു സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിടുന്നു. സമയം വേർതിരിക്കാം. വിഷൻ എക്സ്പോയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിന്റെ ഗ്രൗണ്ടിനോർത്ത്, സ്ഥലത്തെ ഓർത്ത്, അതുപോലെ തന്നെ അതിന്റെ വാഹന ക്രമീകരണത്തെ ഓർത്ത്, കസേരകളോർത്ത്, സ്റ്റേജിനോർത്ത്, ലൈവ് പ്രോഗ്രാമിനോർത്ത്, ഫുഡ് കമ്മിറ്റി ഓർത്ത്, സാമ്പത്തിക ആവശ്യങ്ങളോർത്ത്, കടന്നു വരുന്ന ദൈവദാസന്മാരെ ഓർത്ത് ഒക്കെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ വിഷയത്തെ ഓർത്ത് ബാനിപ്രത ഇപ്പൊ പ്രാർത്ഥിക്കുന്നതായിരിക്കും. മൈക്ക് കൂടി മൈക്ക് കൊടുക്കുക. Hallelujah. Praise the Lord. Thank you, Lord. നന്ദി കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ കൂടിയിരുന്ന കർത്താവേ, നിങ്ങൾ യാചിക്കുന്ന അപേക്ഷകളെ കർത്താവേ നിന്റെ മുമ്പിൽ പ്രീതികരമായിരിക്കുന്ന സ്തോത്രം ചെയ്തു കർത്താവേ. Hallelujah. Thank you, Jesus. നന്ദി കർത്താവേ. കർത്താവേ വരാനിരിക്കുന്ന പ്രൊമോഷണൽ മീറ്റിംഗിനോട് പ്രാർത്ഥിക്കുന്നു. Hallelujah. Thank you, Lord. കർത്താവേ അതിന്റെ വിവിധ ആവശ്യങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ അത് നടത്തുന്ന ആ ഗ്രൗണ്ടിൽ ആ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമായി നിന്റെ വലിയൊരു കൃപ അഭിഷേകം അതിന്റെ മേൽ വ്യാപരിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലാവസ്ഥയായി തീരട്ടെ കർത്താവേ. യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും കാലാവസ്ഥ പ്രകാരം വരാതെ വേണം ദൂതന്മാർ കാവൽ ചെയ്യണം കർത്താവേ. ഇപ്പോഴേ തന്നെ ഈ വിഷയം നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ അവിടെയുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും പ്രത്യേകിച്ച് കർത്താവെ മൈക്ക കർത്താവെ ആ ഗ്രൗണ്ട് അതിന്റെ ഓരോ കർത്താവെ ഓരോ കാര്യങ്ങളും അതിന്റെ കർത്താവെ ആ കെട്ടുന്ന ഓരോ പണികളും ഓരോ കെട്ടുപണികളും നിന്റെ കരത്തിന്റെ മേൽ ചലിക്കട്ടെ കർത്താവേ. നിന്റെ കരം അതിന്റെ മേൽ വ്യാപരിക്കട്ടെ കർത്താവേ. അതിന്റെ ഓരോ ക്രമീകരണങ്ങൾക്കും ആവശ്യമായ ദൈവകൃപ യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ കർത്താവേ. ഞങ്ങൾ കാണാത്തതായിട്ടുള്ള പല കാര്യങ്ങൾ വരുന്ന ആവശ്യങ്ങൾ ഇപ്പോഴേ കർത്താവെ നീ ഞങ്ങൾക്ക് ഇത് വെളിപ്പെടുത്തി തരുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഓരോരുത്തരുടെ ഹൃദയത്തിലൂടെ കർത്താവെ നീ ആ ആവശ്യങ്ങളെ
നീ മനസ്സിലാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ വ്യക്തികളിലൂടെ നീ അത് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്ഷണ സംബന്ധമായ കാര്യങ്ങൾ, വരാനിരിക്കുന്ന വ്യക്തികളുടെ ആവശ്യങ്ങൾ എല്ലാം കർത്താവിന്റെ കൃപയാൽ ഏറ്റവും അനുഗ്രഹപ്പെട്ടതായിരിക്കട്ടെ കർത്താവേ. പ്രസംഗിക്കാൻ വരാമെന്ന് പറയുന്ന വ്യക്തികൾക്ക് ഒരു ദോഷവും തട്ടാതെ വണ്ണം അഭിഷേകത്തോടെ കർത്താവെ പ്രസംഗിക്കാതെ വണ്ണം നിന്റെ വലിയ അഭിഷേകം അവരുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവെ. യാതൊരുവിധ തടസ്സങ്ങളും അവരുടെ യാത്രയ്ക്കോ അവരുടെ കടന്നുവരവോ ഇടയാകാതെ വണ്ണം നിന്റെ വലിയൊരു കൃപ അവരുടെ കൂടെ ഇരിക്കട്ടെ കർത്താവെ. ഒരു തരത്തിലും ഈ ശുശ്രൂഷയിൽ നിന്ന് മാറി നിൽക്കുവാൻ ഇടവരാതെ വണ്ണം അവരുടെ കുടുംബത്തിലെ സകല കാര്യങ്ങളും നീ ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വരുവാൻ ആഗ്രഹിക്കുന്ന ഓരോ മക്കളെയും കർത്താവെ നീ കൂട്ടിവരുത്തുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. കർത്താവേ നിന്റെ സാമ്പത്തിക ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ നീ നിന്റെ മക്കളിലൂടെ നീ അത് സംസാരിക്കണം, ഓരോ ഹൃദയങ്ങളോട് ഇടപെടണം. അതിന്റെ ആവശ്യങ്ങൾക്ക് അപ്പുറമായിട്ടുള്ള ഒരു വരുമാനം അതിനകത്ത് ഉണ്ടാകട്ടെ കർത്താവേ. കഴിഞ്ഞ കാലങ്ങളിൽ എന്തെങ്കിലും പെൻഡിങ് കർത്താവെ ബാലൻസ് അത് കടമായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം കവരുവാൻ തക്കവണ്ണം വലിയൊരു വരുമാനം അതിനുള്ളിൽ ഉണ്ടാകട്ടെ കർത്താവെ. നിന്റെ വേലയ്ക്ക് വേണ്ടിയാണ് അതിനുവേണ്ടി ധാരാളമായി വിതയ്ക്കുവാൻ തക്കണം. നിന്റെ മക്കളിലെ കാര്യങ്ങളിലൂടെ അത് വലിയൊരു വിധ അവിടെ നടക്കട്ടെ കർത്താവേ. വലിയൊരു വിധ അവിടെ ഉണ്ടാകട്ടെ കർത്താവേ. അത് അവരുടെ കുടുംബങ്ങളിലേക്ക് അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. തലമുറകൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. എല്ലാ രീതിയിലും അവർ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. അതിനുവേണ്ടി ചെലവാക്കുന്ന ഒരു പൈസ പോലും കർത്താവ് ഏതെങ്കിലും ചെറിയ രീതിയിൽ വിതച്ചിട്ടുള്ളവർക്ക് പോലും വലിയ അനുഗ്രഹത്തിന് അത് മുഖാന്തരമായി തീരട്ടെ കർത്താവേ. ഹല്ലേലൂയ. അതിന്റെ ഓരോ മേഖലയിലും കർത്താവ് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആ ശുശ്രൂഷ ചെയ്യുവാൻ നിന്റെ അഭിഷേകം അവരുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. വിവിധ കാര്യങ്ങൾ കർത്താവേ, ഞങ്ങളുടെ അറിവിൽപ്പെടാത്ത വിവിധ കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിന്റെ മേലെല്ലാം പ്രവർത്തിക്കുന്ന ആ വ്യക്തികളുടെ മേൽ വലിയ ദൈവകൃപ വ്യാപരിക്കട്ടെ കർത്താവേ. എന്തെല്ലാമാണോ ആവശ്യങ്ങൾ ആ കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് നടക്കുവാൻ തക്കവണ്ണം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ എല്ലാ രീതിയിലും നിന്റെ അഭിഷേകം അവരുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. മുൻകാലങ്ങളിൽ ഞങ്ങൾക്ക് ആവശ്യം വരാത്ത ഏതെങ്കിലും മേഖല പുതിയതായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ മേഖലയിലെല്ലാം കർത്താവെ നിങ്ങളോട് സംസാരിക്കണം. അതെല്ലാം നേരത്തെ കൂടി തന്നെ ചെയ്യുവാൻ തക്കവണ്ണം നിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ കർത്താവെ. Glory to Jesus. Glory to Jesus. കർത്താവെ, ഇന്ന് ഈ ഇരിക്കുന്ന വ്യക്തികളിൽ എല്ലാവർക്കും കർത്താവോട് ഒത്തുകൂടുവാനും ആ വലിയ ഒരു ശുശ്രൂഷ കാണുവാനും ഭാഗ്യം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതൊരു അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആയിരിക്കട്ടെ. ഞങ്ങളുടെ രാജ്യത്ത് കർത്താവ് വരാനിരിക്കുന്ന കാലങ്ങളിൽ എല്ലാവിധ സുവിശേഷ സംഘടനകൾക്കും അവിടെ കൂടി വരുവാനുള്ള ഒരു ഭാഗ്യമുണ്ടാകട്ടെ കർത്താവെ. അനേക സംഘടനകൾ അവിടെ കടന്നു വരുവാൻ ഇടയാകട്ടെ കർത്താവെ. ഇതെല്ലാം ദേശത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഇതിന്റെ പെരുമ വ്യാപരിക്കട്ടെ കർത്താവെ. വരും വർഷങ്ങളിൽ ഞങ്ങൾ ചിന്തിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അപ്പുറമായിട്ട് ഈ ശുശ്രൂഷ മാറട്ടെ കർത്താവേ. ഈ മീറ്റിംഗ് മാറട്ടെ കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്കായിട്ട് കർത്താവ് ഇതിന് മുഖാന്തരമായി തീരട്ടെ. താങ്ക് യു ലോർഡ്. പ്രാർത്ഥന കേൾക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ദൈവം സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കും. ആരും മൗനമായിരിക്കുന്നത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. നമ്മളെ സ്തുതി നിർത്തി കഴിഞ്ഞാൽ പിശാചി കയറി പിടിക്കും. അതുകൊണ്ട് പിശാചി ഇടം കൊടുക്കാതിരിക്കാൻ നമ്മളെപ്പോഴും ദൈവം സ്തുതിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഈ വീട്ടിലെ പ്രിയ മാതാവിനോട്ടും പിതാവിനോട്ടും പ്രാർത്ഥിക്കാനുള്ളത്. കഴിഞ്ഞ 50 വർഷക്കാലം അത് നല്ല രീതിയിൽ ജീവിതം നയിപ്പാൻ ദൈവം സഹായിച്ചു. ഒരു മക്കളെ കാണും, ഒരു മക്കളെ കാണുമ്പോൾ ദൈവം സഹായിച്ചു. നമുക്ക് അവരോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇനി അവർക്ക് കർത്താവ് ആയുസ്സും ആരോഗ്യവും ബലവും ശക്തിയും ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവരുടെ മക്കളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥന എന്നെയായിരിക്കുന്നു. അതുപോലെ അനു, അവരുടെ പെൺമക്കള്, അവർ മരുമക്കള്, കുഞ്ഞുമക്കളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് ഈ വിഷയത്തെ ഓർത്ത് സഹോദരൻ സജി മാത്യു ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സജി മാത്യു പ്രാർത്ഥിക്കും. എല്ലാം സൂചിച്ചുകൊണ്ടിരിക്കുക. ആമേൻ, ആമേൻ. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ സന്ധ്യയാകുന്ന സമയത്ത് തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഞങ്ങൾക്കൊരു മുഖാന്തരം ഒരുക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, വാർദ്ധക്യത്തിലായിരിക്കുന്ന ശിവയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദീർഘവർഷക്കാലം കർത്താവിന് വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിപ്പാൻ ദൈവരെ സഹായിച്ചു. സ്തോത്രം. വാർദ്ധക്യകാലത്ത് കൈവിടാത്തവനായ കർത്താവെ, രണ്ടുപേരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഇതുവരെ ദൈവരെ നടത്തിയ കൃപയ്ക്കായി കർത്താവെ, ജ്ഞാനമായി കൊടുത്ത മക്കളെ, കൊച്ചുമക്കളെ ഓർക്കുന്നു. എല്ലാവരെയും ദൈവം കുടുംബങ്ങളായി അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കുമായി ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ച് സഹായിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സ്വർഗം പ്രവർത്തിക്കണമേ. തുറന്നുള്ള ദിവസങ്ങളിൽ ശരീരത്തെ ബലപ്പെടുത്തണമേ. ആയുസ്സും ബലവും ആരോഗ്യം കർത്താവ് നൽകണമേ. ഇനിയും കർത്താവിന് വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിപ്പാൻ സ്വർഗത്തിൽ ലഭിച്ചവരെ കുടുംബമായി സഹായിച്ച് അനുഗ്രഹിക്കണമേ. നടക്കുന്ന
നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും വളരെ അനുഗ്രഹമായി കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് എല്ലാ വിഷയങ്ങളും സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോട് കേൾക്കും സ്വർഗീയ പിതാവേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തി പാടും ഞാൻ. ആമേൻ. യേശു നല്ലവൻ, അരയൻ യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, എനിക്കും യേശു നല്ലവൻ, നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, അരയൻ യേശു നല്ലവൻ, യേശു നല്ലവൻ, ചെങ്കടൽ പിളർന്നു വൽവഴി നടത്തിടും, അടിമയിൻ മുഖം തകർത്തു വീണ്ടെടുത്തവൻ, ചിറകുകൾ വിടർത്തി മറവിൽ കാത്തിടുന്നവൻ, യേശു നല്ലവൻ. ആമേൻ. യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, അതേ യേശു നല്ലവൻ, യേശു നല്ലവൻ. വീണ്ടും പ്രാർത്ഥിക്കാനുള്ളത് വടക്കേന്ത്യയിൽ മിക്ക സംസ്ഥാനങ്ങളും സോഷ്യലിതരായിട്ടുള്ള പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി എന്നോണം പള്ളികളും പട്ടക്കാരെയും പാസ്റ്റർമാരും അടിക്കുന്ന ദിവസങ്ങളില്ല. ബീഹാർ, രാജസ്ഥാൻ, അതുപോലെ തന്നെ ഛത്തീസ്ഗഡ്, ബംഗാൾ, ഈ പ്രദേശങ്ങളൊക്കെയും ഒത്തിരി കൊടിയ പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരുടെ പ്രത്യേകം പ്രാർത്ഥിക്കാം. അവർക്ക് ആവശ്യമായ കൃപ ലഭിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. വരും ദിനങ്ങളിലെ പ്രതികൂലാവസ്ഥ നമുക്ക് പിടിച്ചേക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകം വടക്കിന് പ്രവർത്തിക്കുന്ന എല്ലാ മിഷന്മാരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് അതെല്ലാം സംസ്ഥാനം പ്രത്യേകം പ്രാർത്ഥിക്കാം. അവിടെയുള്ള സംസ്ഥാന നേതൃത്വം പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇതിൽ വിഷയം ഓർത്ത് അനുപ്രാർത്ഥിക്കുക, അനുരഞ്ജി പ്രാർത്ഥിക്കുക. അനുപ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ വിശ്വാസ കർത്താവേ, പോലെ കർത്താവ് കൂടി വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വടക്കേന്ത്യ നടക്കുന്ന പ്രവർത്തനങ്ങളെ കരങ്ങളിൽ ഏൽപ്പിച്ചു കർത്താവേ. അവിടെയുള്ള മിഷന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, അവരെല്ലാവരും കർത്താവേ വേലയിലായിരിക്കുന്നു കർത്താവേ. ആവശ്യമായ ദൈവകൃപ കൊടുത്ത് വഴിനടത്തു മാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവെ, അവർക്ക് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ആവശ്യമായ ശക്തിയും ബലവും കൊടുത്ത് ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ ആത്മാവിന്റെ മക്കളെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ അഭിഷേകത്തെ കർത്താവെ വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, പ്രത്യേക കർത്താവെ ബന്ധപ്പെട്ട എല്ലാ നോർത്ത് ഇന്ത്യയിലെ വേലകളെ ഓർക്കും കർത്താവെ. കർത്താവിന്റെ മിഷന്മാരെയും പ്രവർത്തകരെയും എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാനവത്വം കളിക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ രക്ഷപ്പെട്ടോരെ കയറി കൂടിയാകെ പേർ വിളിക്കുന്നേരം കാണും പേരും പേർ വിളിക്കുന്നേരം കാണും പേർ വിളിക്കുന്നേരം കാണും പേർ വിളിക്കുന്നേരം കാണും പേർ വിളിക്കുന്നേരം കാണും എൻ പേരോ കർത്തൻ പകൽ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിടട്ടെ സ്നേഹത്തിൽ പതലത്തിൽ എന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കുന്നേരം കാണും എൻ പേരും ഹല്ലേലൂയ പേർ വിളിക്കുന്നേരം കാണും പേർ വിളിക്കുന്നേരം കാണും പേർ വിളിക്കുന്നേരം കാണും പേർ വിളിക്കുന്നേരം കാണും എൻ പേരും. മിഷന്റെ പ്രവർത്തനം നടക്കുന്ന സ്റ്റേറ്റുകൾ പ്രത്യേകം പ്രാർത്ഥിക്കാം. ജമ്മു കാശ്മീർ, അതുപോലെ തന്നെ ബംഗാള്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഒറീസ, തമിഴ്നാട്, കേരള, ഇത്രയും സ്ഥലങ്ങളിൽ നമ്മുടെ എല്ലാ വേലകളും ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് അവിടെയുള്ള മിഷന്മാരെ പ്രത്യേകം പ്രാർത്ഥിക്കാം. അവിടെയുള്ള ചർച്ചിന് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകം നമ്മുടെ ഒറീസയിലെ ഓഫീസ് ചർച്ചിന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാ മിഷന്മാരെ പ്രത്യേകം പ്രാർത്ഥിക്കാം. ചില സ്ഥലങ്ങളിൽ പ്രതികൂലാവസ്ഥയുണ്ട്, അത് മാറിപ്പോകാൻ നമുക്ക് പ്രത്യേകം തുടർന്നും നമുക്ക് ഏറെ സ്ഥലങ്ങളിൽ അവിടെ വർക്ക് ആരംഭിക്കാനുണ്ട്.
ഒട്ടേറെ ഗ്രാമങ്ങൾ നമുക്ക് വടക്കേണ്ടിയിലുണ്ട്. അതൊക്കെ ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇത്തരം വിഷയങ്ങളോട് മോളിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കും. മോളിച്ച് ഓൺസ് പ്രാർത്ഥിക്കും. Praise the Lord. Hallelujah. Amen. Amen. സമയത്തിനായിട്ട് സ്തോത്രം. Amen. അടിയങ്ങൾക്ക് കർത്താവെ ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവെ തന്നെ സൗഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ നിന്റെ നാമമഹത്വത്തിനായിട്ട് കർത്താവെ വരുവാൻ തക്കവണ്ണം അവിടെ നിലയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളെക്കുറവോർക്കാതെ നിങ്ങളോട് ഇടപെടണമേ. കർത്താവെ ദൈവമേ പറഞ്ഞതായ എല്ലാ കാര്യങ്ങളും സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ ദൈവമേ അവിടെ തമിഴ്നാട് കർത്താവെ അതുപോലെ കർത്താവെ അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഛത്തീസ്ഗഡ് കർത്താവെ അവിടെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന വേലകൾക്കായിട്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്ന വേലകളെ ഒന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ അവിടെ നടക്കുന്ന മിഷനറി പ്രവർത്തനങ്ങൾക്കായിട്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ ദൈവമേ നിന്റെ നാമം മഹിമപ്പെടുവാൻ ഇടയാകല്ലേ. കർത്താവെ എല്ലാ മിഷനറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ വേലകളൊക്കെ ഏറ്റവും പ്രയോജനകരമായിട്ട് കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള കർത്താവെ ചർച്ചിന്റെ പണികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുവല്ലോ. ദൈവമേ അതിൽ കൂടെ കർത്താവെ അതൊക്കെ നല്ല വിധത്തിലായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അതിന്മേലൊക്കെ അവിടുന്ന് പ്രവർത്തിക്കണമേ. കർത്താവെ നിന്റെ നാമം മഹിമപ്പെടുവാൻ തക്കവണ്ണം അനേകരുടെ ദൈവത്തിലേക്ക് ആദായപ്പെടുവാൻ തക്കവണ്ണം മൂലം അവിടുന്ന് ഇടയാക്കണമേ. കർത്താവെ അങ്ങയോട് കൂടെ ആയിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണമേ. കർത്താവെ ഇത്രത്തോളം ഞങ്ങളെ അവിടെ നിന്ന് നടത്തിയ വൻ കൃപയ്ക്കായിട്ട് കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ കർത്താവെ അവിടുത്തെ കൃപ ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് പൊതിയണമേ. കർത്താവെ കടന്നുകൊണ്ടിരിക്കുന്ന അടിയങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആവശ്യങ്ങളിലൊക്കെ കൂടെ ഇരിക്കണമേ. ഭവനത്തിനായിട്ടും സ്തോത്രം പൊതിയണമേ. കുറവുകളൊന്നും കർത്താവെ മാനവമഹത്വം എടുക്കണമേ. യേശുവിന്റെ നാമത്തിനുള്ള പ്രാർത്ഥനയോട് കേൾക്കുമാറാകണമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ. നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ. നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ. നിത്യജീവമൊഴികൾ എന്നിലുണ്ട് പരനെ. നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും. നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ. നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പാനാരുമേ. നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ. പിന്നെ പ്രാർത്ഥിക്കാം. നമുക്ക് ജോർജ് കെ പി നമ്മുടെ ബൈബിൾ ക്വിസ് മാസ്റ്ററാണ്. അദ്ദേഹം കരണീയ ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തെ പ്രത്യേകം പ്രാർത്ഥിക്കാം. കഴിഞ്ഞ മാസം നമ്മുടെ തമിഴ് ട്രംപറ്റ് പത്രം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. തമിഴ്നാട്ടിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകാൻ ബ്ലോക്ക് ആവാതെ ഇനിയും എല്ലാ മാസങ്ങളിലും തമിഴ്നാട് പ്രസിദ്ധീകരിക്കുവാൻ തമിഴ് ട്രംപറ്റ് പത്രത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. മിഷൻ എക്സ്പോയുടെ വിവിധ കമ്മിറ്റി അംഗങ്ങളോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. 3 വിഷയം പ്രാർത്ഥിക്കാനുള്ളത്. ജിമി പ്രാർത്ഥിക്കും. ജിമി തോമസ് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കും. Hallelujah. Hallelujah. Amen. Hallelujah. പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. Amen.
ഓർക്കുന്നത് പ്രാർത്ഥിക്കുന്നു. ആമേൻ. Praise the Lord. Hallelujah. ആമേൻ. ആമേൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. അന്ത്യകാലം വന്നെടുത്ത് പെന്തക്കോസ്തിൻ വേലയാ, അന്ത്യകാലം വന്നെടുത്ത് പെന്തക്കോസ്തിൻ വേലയാ. തന്തമോടെ വേല ചെയ്ത സ്വന്തം നാട്ടിൽ പോയിടാമേ, തന്തമോടെ വേല ചെയ്ത സ്വന്തം നാട്ടിൽ പോയിടാമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്ന് രക്ഷകന്റെ വേല ചെയ്യുവേ. ആമേൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്ന് രക്ഷകന്റെ വേല ചെയ്യുവേ. നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ മാതാപിതാക്കളെ ഒന്ന് ആദരിക്കുന്ന ചടങ്ങാണുള്ളത്. അതുകൊണ്ട് പ്രിയ മാതാവും പിതാവും ഇങ്ങോട്ട് ഫ്രണ്ടോട് കടന്നു വരണം. ബാബട്ടൻ അവരെ ആദരിക്കുന്നതായിരിക്കും. അതുപോലെ Praise the Lord. Hallelujah. പ്രിയ മാതാപിതാക്കളോർക്ക് എന്നോട് ഒരു വാക്ക് പ്രാർത്ഥന. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ കർത്താവേ, ഈ നല്ല സുദിനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. കർത്താവേ, കരുണ നിന്റെ മക്കളുടെ ജീവിത പ്രയാണത്തിൽ കർത്താവേ, ഇതുവരെ നിന്റെ മക്കളെ അവിടുത്തെ കരത്തിൽ വഹിച്ചു കർത്താവേ, സൂക്ഷിച്ച് അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുവാൻ തക്കവണ്ണം കർത്താവേ എന്റെ മക്കളോട് കാണിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പിന്നെ കർത്താവേ, നീ കൊടുക്കുന്ന ആയുസ് മുഴുവനും കർത്താവേ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിപ്പാൻ മാതൃകയുള്ള കുടുംബ ജീവിതം കർത്താവേ ദേശത്തിന് മുന്നിൽ കാഴ്ചവെക്കുവാൻ, മക്കളുടെ മുന്നിൽ കാഴ്ചവെക്കുവാൻ, കൊച്ചുമക്കളുടെ മുൻപിൽ കാഴ്ചവെക്കുവാൻ കർത്താവേ അവിടുന്ന് ആഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, അവർ നിങ്ങൾ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ബാക്കി സമയം വളരെ സംസാരിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ നോടുകൾ കാര്യമായി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇന്ന് സന്തോഷത്തോടുകൂടി നമുക്കിവിടെ ആയിരിക്കുവാനൊക്കെ വേണം സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഒരു പ്രൊമോഷൻ മീറ്റിങ്ങിലാണ് നമ്മൾ ആയിരിക്കുന്നത്. PPC മിഷൻ ഓഫ് ഇന്ത്യയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാനൊക്കെ വേണം സ്വർഗത്തിലെ ദൈവം എന്നെയും സഹായിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഏറിയ പങ്കാളുകളും PPC മിഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന
പ്രിയപ്പെട്ടവരാണ്. എല്ലാവരുടെയും പേരെടുത്ത് പറയേണ്ടതൊക്കെ വേണം, അതിനുവേണ്ടി സമയം വേർതിരിക്കുന്നില്ല. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ PPC മിഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നമ്മളിന്നിവിടെ അനേകം പ്രാർത്ഥനാ വിഷയങ്ങൾ കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്. PPC മിഷൻ ഓഫ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിൻ്റെ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. പ്രയർ പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ ചേർന്നു നിന്ന് വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ലോകത്തിന്റെ രക്ഷയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയ ചുമതല കർത്താവിന്റെ ദാസൻ അത് വളരെ വിശ്വസ്തയോടുകൂടെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തോടുകൂടെ അല്പമെങ്കിലും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനൊക്കെ വേണം സ്വർഗത്തിലെ ദൈവം എനിക്കും ഭാഗ്യം തരുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ അവസാനം കാണുവാനൊക്കെ ഇടയായിത്തീർന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഈ ഭവനത്തിലെ അപ്പച്ചൻ അമ്മച്ചി ഒരു വിവാഹ ജീവിതത്തിലേക്ക് അവർ പ്രവേശിച്ചിട്ട് കൃത്യമായി എനിക്ക് അറിയില്ല എത്ര വർഷമാണെന്ന് എനിക്കറിയില്ല, 51 വർഷം അവരുടെ ആ ദാമ്പത്തിക ജീവിതത്തിന്റെ വിജയം നമുക്കിവിടെ കാണുവാൻ സാധിച്ചു. ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദാമ്പത്തിക ജീവിതത്തിൽ പരാജയപ്പെട്ട ഒത്തിരി പേരെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ ദേശത്തിന്റെ മധ്യേ ഈ ഭവനത്തിൽ ഈ പ്രിയപ്പെട്ടവരെ ദൈവം വളരെയധികം സൂക്ഷിച്ചു എന്നുള്ളതാണ്. ദൈവകൃപയിൽ മുന്നേറുവാൻ ദൈവം അവരെ സൂക്ഷിച്ചു എന്നുള്ളത് ഒരു മഹത്തരമായ ഒരു കാര്യം തന്നെയാണ്. PPC മിഷൻ ഓഫ് ഇന്ത്യയുടെ മറ്റ് പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ദൈവദാസൻ ഇവിടെ പറയുവാൻ ഇടയായിത്തീർന്നു. ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ കർത്താവിന്റെ വേല അത് തികയ്ക്കുവാൻ തക്കവണ്ണം താൻ കാണിക്കുന്ന ബന്ധപ്പാടുകളൊക്കെ നമുക്ക് ഈ നാളുകളിൽ മനസ്സിലായിട്ടുള്ളതാണ്. അതിനുള്ള ബന്ധത്തിലൊക്കെ നമുക്കും പലർക്കും ചേർന്ന് പ്രവർത്തിക്കുവാനൊക്കെ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തെ പിന്നെയും സ്തുതിക്കുകയാണ്. ഇന്നത്തെ ഒരു ചെറിയ ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്ന് ഒരു ഭാഗം വായിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഇതൊരു പ്രൊമോഷൻ മീറ്റിംഗ് ആയതുകൊണ്ട് ആ ഒരു നിലവാരത്തിലുള്ള ഒരു ഭാഗം തന്നെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ചൂണ്ടിക്കാണിച്ചത്. ആ ഒരു നിലവാരത്തിലൂടെ തന്നെ പോകുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ ഇടയായിത്തീരട്ടെ. കഴിഞ്ഞ വർഷം നമ്മള് മിഷൻ എക്സ്പോയുടെ ഒരു രൂപം നമ്മൾ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. കേരളത്തിന്റെയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒത്തിരി ക്രൈസ്തവ സംഘടനകളെ കുന്നംകുളത്തിന്റെ മണ്ണിലേക്ക് വിളിച്ചു വരുത്തി അവരെ അനേകരെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പ്രോഗ്രാം നമ്മളവിടെ കാണുവാൻ നമ്മളെല്ലാവരും അതിനകത്ത് സംബന്ധിച്ചവരാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ ഒരു ദൗത്യം, ആ ഒരു പ്രത്യേക പ്ലാൻ സ്വർഗത്തിലെ ദൈവം PPC മിഷൻ ഓഫ് ഇന്ത്യയോടുള്ള ബന്ധത്തിൽ അവിടെ ഉണ്ടാകുവാൻ ഉണ്ടായ കാരണം, അതിന്റെ ആ ദൈവിക ഉദ്ദേശം അത് നമ്മൾ മറന്നു പോകരുത്. ലോകം മുഴുവനും യേശു ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെടണമെന്നുള്ള ഒരു വലിയ ആ ദൈവത്തിന്റെ ഉദ്ദേശം നമുക്കതിലൂടെ കാണുവാൻ സാധിക്കും. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളൊക്കെ PPC മിഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു പോകുന്നു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യം തന്നെയാണെങ്കിലും ഒരു വലിയ ചോദ്യം നമ്മോട് ചോദിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ റോമാലേഖനം 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഒരു ചോദ്യം നമുക്ക് കാണുവാൻ സാധിക്കും. അതിന്റെ 17-ാമത്തെ വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. നോക്കുക, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ തിരുവെഴുത്തുകളിൽ വളരെ ശ്രേഷ്ഠകരമായ ഒരു ദൈവ വചനമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, PPC മിഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യപരിപാടികളൊക്കെ ഇവിടെ ആസൂത്രണം ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ മിഷൻ എക്സ്പോ എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക പരിപാടി
ആ ഒരു പ്രത്യേക പരിപാടിയുടെ ഉദ്ദേശവും ലക്ഷ്യവും കർത്താവിന്റെ ദാസൻ നമ്മോടൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. അനേകരെ വയൽ പ്രദേശത്തിലേക്ക് അയക്കുവാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഒരുക്കുന്ന ഒരു പ്രത്യേക പരിപാടിയാണ് മിഷൻ എക്സ്പോ എന്ന പേരിൽ കഴിഞ്ഞ വർഷം മുതൽ നടത്തുവാൻ തക്കവണ്ണം ഇടയായിട്ടുള്ളത്. നോക്കുക, അവിടെ ആ പ്രത്യേക പ്രോഗ്രാമിലൂടെ അനേകം മിഷണറി സംഘടനകളെ കൊണ്ടുവന്ന് അനേകരുടെ മുൻപിൽ പരിചയപ്പെടുത്തുക. അതിന്റെ ഉദ്ദേശം ഏതെങ്കിലും സംഘടനകളിൽ ചേർന്ന് പ്രവർത്തിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടന്നുപോയി യേശുക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിന് പരിചയപ്പെടുത്തുവാനുള്ള ഒരു വലിയ ദൗത്യമാണ് നമുക്ക് അതിലൂടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരിലും ആ ദൗത്യം ഏറ്റെടുക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്ന് പ്രബോധിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് രാത്രിയിൽ ഈ വചനം നമുക്കുള്ള ആലോചനയായിട്ട് നിൽക്കുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 10-ാം അധ്യായം മുഴുവനും നമ്മൾ പഠിച്ചു വരുമ്പോൾ അതിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് ഒരു സുവിശേഷത്തിന്റെ ആത്മാവുള്ള ഒരു വ്യക്തി ലോകത്തിൽ എങ്ങനെയായിരിക്കണം, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും പ്രവർത്തന ശൈലികളും എപ്രകാരമായിരിക്കണമെന്ന് റോമാലേഖനം 10-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു ആവേശത്തോടു കൂടിയുള്ള ഉജ്ജ്വലകരമായ ഒരു സുവിശേഷ പ്രവർത്തനം കാഴ്ചവെക്കുവാൻ തക്കവണ്ണം പ്രോത്സാഹനം നൽകുന്ന ഒരു ചാപ്റ്ററാണ് റോമാലേഖനം 10-ാം അധ്യായം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് ഒരു വ്യക്തി സുവിശേഷീകരണത്തിൽ ഏർപ്പെടണമെന്ന് തിരുവെഴുത്ത് നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. അതിനെ കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് ഞാൻ അല്പസമയം തിരുവചനം ധ്യാനിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. അതിന്റെ 14-ാമത്തെ വാക്യം മുതൽ വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള ഭാഗങ്ങൾ വായിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുകയാണ്. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? നോക്കുക, ലോകത്തിന് യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാൻ ആളുകൾ ആവശ്യമാണ്. കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് പറഞ്ഞ ചില കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ വായിച്ചതും കേട്ടതും പരിചയമുള്ള ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം. അത് കർത്താവിന്റെ ദാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്: കൊയ്ത്ത് വളരെ ഉണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം? കൊയ്ത്തിന് വേണ്ടി വേലക്കാരെ ആരോട് യാചിക്കണം? സ്വർഗത്തിലെ ദൈവത്തോടെ യാചിക്കുവാൻ വേണ്ടി നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു ആജ്ഞാപനം നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ കൂടിയിരിക്കുന്ന ദൈവ മക്കളെ, സുവിശേഷത്തിന്റെ ഒരു ആത്മാവ് നമ്മുടെ അകത്ത് നാം എടുക്കുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിയോട് സുവിശേഷം പറയുവാൻ നമ്മുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം കടന്നു വരുന്നുണ്ടെങ്കിൽ, നാം ഒരിക്കലും ല്ല അതിനുവേണ്ടി നാം മുന്നോട്ട് കാലെടുത്ത് വെക്കേണ്ടവരാണ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അതിന്റെ തൊട്ട് മുകളിലുള്ള ഭാഗങ്ങളൊക്കെ വായിക്കേണ്ടതാണ്. അതൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ വായിക്കുവാനൊക്കെ വേണം, മനസ്സിലാക്കുവാനൊക്കെ വേണം ഇടയായിത്തീരട്ടെ. എന്നാൽ ഇവിടെ ദൗത്യം നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഓരോ ക്രിസ്തു വിശ്വാസികളിലും പരിണമിച്ചു വരേണ്ടതാണ്. ഈ 1 കോടിയിലധികം ആളുകൾ പ്രതി വർഷം ഇവിടെ ജനിക്കുന്നു എന്നുള്ള ഒരു കണക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൽ എത്രയോ പേർ യേശുവിനെ അറിയാതെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പദ്ധതികളെ കുറിച്ച് അറിയാതെ മൺമറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഒരു സത്യം. അതിന്റെ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഓരോ വ്യക്തികളും യേശുവിനെ കുറിച്ച് അറിയാതെ മൺമറഞ്ഞു പോകുമ്പോൾ, അഥവാ അവർ മരിച്ചു പോകുമ്പോൾ, അവരുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം എന്നിലും നിങ്ങളിലും നിക്ഷിപ്തമാണ്. അതിന് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഞാനും നിങ്ങളും സ്വയമേവ ഏറ്റെടുത്തുകൊണ്ട് ആ പ്രവൃത്തിയിൽ നാം തുടരുക തന്നെ വേണം എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. അവർ കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ, കണ്ടിട്ടില്ലാത്തവനെ, കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? നോക്കുക, അതിന്റെ 17-ാമത്തെ വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്നും കൂടെ പെടുത്തുകയാണ്. 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഇത് പ്രഘോഷിപ്പിക്കപ്പെടാതെ ഒരിക്കലും ആർക്കും കേൾക്കുവാൻ സാധ്യമല്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിന്റെ വിവിധ കോണുകളിൽ യേശുവിന്റെ സുവിശേഷത്തെ കുറിച്ച് അറിയാത്ത അനേകം ഗ്രാമങ്ങൾ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിയോഗിതരായിരിക്കുന്ന ആളുകൾ, വിളിക്കപ്പെട്ടവർ അതിനുവേണ്ടി തയ്യാറെടുക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മോട് വിളിച്ചു പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ, അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ തുടർന്ന് നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്.
പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? പ്രിയ ദൈവമക്കളെ, ഉത്തരവാദിത്വം നമ്മൾ നിക്ഷിപ്തമാണ്. പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു എന്നുള്ളതാണ്. എത്ര പേർക്ക് ആ ഒരു വാചകത്തോട് യോജിച്ചുകൊണ്ട് പോകുവാൻ സാധിക്കും? നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. സുവിശേഷ ഘോഷണത്തിൽ ഒരു പങ്കാളിയാകുവാൻ തക്കവണ്ണം ഏത് വിധേനയും ആ ദൗത്യം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ആ ഉത്തരവാദിത്വ ബോധ്യം നമ്മളിൽ ഉണ്ടെങ്കിൽ നാം അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടവരാണ്. അതിനുവേണ്ടി നാം കാലങ്ങൾ കളയേണ്ടതില്ല. പിന്നെയും നമുക്ക് അപ്പോസ്തലനായ പൗലോസ് ആ റോമയിലുള്ള വിശുദ്ധന്മാരോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെ പറയുന്നത് എന്താണ്? നെക്സ്റ്റ് വാക്യം, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നോക്കുക, നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്ന ഒത്തിരി മിഷണറി സംഘടനകൾ ലോകത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ പറയട്ടെ, ഞാനും നിങ്ങളും ഈ സുവിശേഷത്തിലേക്ക് കടന്നു വരുവാൻ, ഈ രക്ഷയുടെ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ, ഈ മാനസാന്തരത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ ഒരു കാരണമുണ്ടായിരുന്നു. ആ കാരണം വിദേശത്തു നിന്ന് അനേകം മിഷണറിമാർ അവരുടെ ജീവിതത്തിൽ സ്വയമേവ ഒരു തീരുമാനമെടുത്ത് ഭാരതത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്നു, കേരളത്തിലേക്ക് കടന്നു വന്നു. അവർ ഇവിടെ സുവിശേഷം ലോകത്തിലേക്ക് പ്രചരിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ലോകത്തിന്റെ രക്ഷകൻ ഒരിക്കൽ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു എന്ന് കേരളത്തിന്റെ മണ്ണിൽ വന്ന് വിളിച്ചു പറയുവാൻ ഇടയായി തീർന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അവർ വിളിച്ചു പറയുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ടത്രേ ഞാനും നിങ്ങളും ഈ യേശുവിനെ കണ്ടുമുട്ടുവാൻ ഇടയായി തീർന്നത്. അവർ ഭാരതത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഈ യേശുവിനെ കുറിച്ചും യേശു ക്രിസ്തു ഈ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയ ആ രക്ഷാ പദ്ധതിയെ കുറിച്ചും എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കുവാൻ സാധ്യമല്ലായിരുന്നു. എന്നാൽ ഈ ലോകം ഞാനും നിങ്ങൾ കാണുന്നത് പോലെയല്ല. ദൈവത്തിന്റെ മുൻപിൽ ഈ BBC മിഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ സംഘടന ഒരുപക്ഷെ എന്റെയും നിങ്ങളുടെയും കണ്ണിൽ ഒരുപക്ഷെ ചെറുതായി തോന്നിയേക്കാം. പക്ഷേ ദൈവത്തിന്റെ മുൻപിൽ അതൊരു വലിയ പ്രസ്ഥാനമാണ്. കാരണം ലോകത്തോട് ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയെ വിളിച്ചു പറയുന്ന ഒരു സംഘടന, ആ സംഘടനയെ ദൈവം മാനിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് കൂടെ പറയുവാൻ ഇടയായി തീരുകയാണ്. ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? പിന്നെ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, നന്മ സുവിശേഷിക്കുന്നവരുടെ പലരും ചിന്തിക്കുന്ന ഒരു പ്രത്യേക ചിന്തയുണ്ട്. ഞാനും അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ചിന്തിച്ചതാണ്. സുവിശേഷ പ്രവർത്തകരെ കുറിച്ചുള്ള മാനസികമായ നിലപാടുകൾ, ആ നിലപാടുകളൊക്കെ എന്റെ മനസ്സിൽ പലരും ചിന്തിക്കുന്നത് പോലെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. അവഹേളനമായ നിലയിലും ഇവർക്ക് മറ്റ് പണികളൊന്നും ഇല്ലാത്തവരാണോ എന്നുള്ള നിലയിലുമൊക്കെ ഞാൻ ഇതിനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ മഹത്വം മനസ്സിലാക്കിയപ്പോൾ എനിക്കത് തിരിച്ചറിയുവാൻ സാധിച്ചു. ഇവിടെ പറയുകയാണ്, നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം, എത്ര ശ്രേഷ്ഠകരമായ പദവിയാണ് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴൊക്കെ ദൂതന്മാരെ മാറ്റി നിർത്തിയിട്ടാണ് ആ പദ്ധതി ദൈവം നമ്മളിലേക്ക് നൽകി തന്നത്. അത്ര ശ്രേഷ്ഠകരമായ ഒരു പ്രത്യേക പദവിയാണ് ദൈവം നമുക്ക് നൽകി തന്നത്. ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഏറ്റവും മകുടോന്നതമായി നിൽക്കുന്ന മനുഷ്യനെ കൊണ്ട് ദൈവം ലോകത്തിന്റെ രക്ഷ ലോകത്തിലേക്ക് വിളംബരം ചെയ്യുവാൻ ആ മനുഷ്യനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഉന്നതമായ ഒരു ദൗത്യമാണ്. ആ ദൗത്യം എന്നെയും നിങ്ങളെയും ഏൽപ്പിക്കുമ്പോൾ, എനിക്കും നിങ്ങൾക്കും ആ ഭാഗ്യം ലഭിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും പദവി എന്താണെന്നുള്ളത് കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കുവാൻ നോക്കുക. താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ അതിന്റെ 17ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ആകയാൽ അവിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഇതല്ലാതെ ഈ രക്ഷയുടെ സന്ദേശം നമുക്ക് ലോകത്തോട് പറയുവാൻ സാധ്യമല്ല. യേശു ക്രിസ്തു ലോകത്തിന്റെ പാപത്തിനു വേണ്ടി ഒരു പാപ പരിഹാര യാഗമായി തീർന്നു എന്ന ആ സത്യം ലോകത്തോട് വിളിച്ചു പറയുവാൻ ബാധ്യസ്ഥരാണ് ഞാനും നിങ്ങൾക്ക്. എന്തുകൊണ്ടെന്നാൽ ആ രക്ഷാ പദ്ധതിയിലൂടെ രക്ഷിക്കപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും. അതുകൊണ്ട് അത് വിളിച്ചു പറയുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. എന്തുകൊണ്ട് വിളിച്ചു പറയണം? എന്തുകൊണ്ട് ഈ രക്ഷാ പദ്ധതിയെ കുറിച്ച് ഞാനും നിങ്ങളും ഈ ലോകത്തോട് വിളിച്ചു പറയണം? ഒരു പാട്ട് എന്റെ മനസ്സിലുണ്ട്, നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ചേർന്ന് പാടണം. എനിക്ക് ആ പാട്ട് പാടാൻ ട്യൂണൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്നോട് കൂടെ ചേർന്ന് പാടുവാനൊക്കെ വേണം ഇടയായിത്തീരണം. വിധിയുടെ വിശാല താഴ്വരയിൽ ബഹുസഹസ്രം പേർ സമൂഹമായി, വിധിയുടെ വിശാല താഴ്വരയിൽ ബഹുസഹസ്രം പേർ സമൂഹമായി, വിനാശകർത്തം പൂകിടുവാനായി വഞ്ചിതരായി പ്രയാണം ചെയ്തിടുമ്പോൾ,
വിനാശഗർത്തം പൂകിടുവാനായി വഞ്ചിതരായി പ്രയാണം ചെയ്തിടുമ്പോൾ പോകുക നാം പോർവീരരായി രക്ഷകനേശുവിൻ പ്രിയജനമേ, രക്ഷാദൂതിൻ പടഹവുമായി ഉണർവോടെ മുൻപോട്ടു പോകുക നാം. രക്ഷാദൂതിൻ പടഹവുമായി ഉണർവോടെ മുൻപോട്ടു പോകുക നാം. എന്താ പാട്ടുകാരൻ പറയുന്നത്? ആ വരികളിലൂടെ ആ പാട്ടുകാരൻ വിവരിക്കുന്നുണ്ട്. ഒരു വലിയ സമൂഹം, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ജനസമൂഹം വിധിയുടെ വിശാലമായ താഴ്വരകളിലൂടെ പോകുകയാണ്. എന്തിനു വേണ്ടിയാണ് അവർ പോകുന്നത്? വിനാശഗർത്തം പോകുവാൻ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ അറിയാതെ ആ വിനാശഗർത്തത്തിലേക്ക് അവരുടെ പാദങ്ങൾ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവ മക്കളെ ആ അനർത്ഥത്തിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. ആ പദ്ധതി അവരോട് അറിയിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഒരുക്കിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്ന പാട്ടുകാരൻ പറയുകയാണ്, വിധിയുടെ വിശാല താഴ്വര. ആ താഴ്വരയെ കുറിച്ച് അറിയാതെ, അതിന്റെ അപകടാവസ്ഥയെ കുറിച്ച് അറിയാതെ ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇന്നത്തെ കാലാവസ്ഥകൾ നോക്കി നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഏതെല്ലാം നിലകളിലാണ് ആ വിനാശഗർത്തത്തിലേക്ക് അനേകരെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. മദ്യപാനം ഉൾപ്പെടെയുള്ള എല്ലാ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയും ആ വിനാശഗർത്തങ്ങളെ പുൽകുവാൻ തക്കവണ്ണം അത് ആ വിശാലമായ പാതകളിലൂടെ നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എണ്ണി പറയുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒത്തിരി വഴികളിലൂടെ അബദ്ധസഞ്ചാരം ചെയ്യുവാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് ആ വിധിയുടെ വിശാലമായ താഴ്വരകളിലൂടെ അവരെ നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കുക, എന്താണ് ആ പ്രത്യേകമായ സാഹചര്യം എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കുകൊണ്ട് നമ്മുടെ ആയിത്തീരണം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവർ വിധിയുടെ വിശാല താഴ്വര അല്ലെങ്കിൽ ആ വിനാശഗർത്തത്തിലേക്ക് അവർ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്നുള്ളത് പാട്ടുകാരൻ പിന്നെയും വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ പാട്ടുകാരൻ പിന്നെയും പാടുന്ന ആ പാട്ടിന്റെ വരികൾ വളരെ വ്യത്യസ്തമായ നിലയിലാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അന്തിമ ദുർഘട സമയമിത്, അധർമ്മമൂർത്തി വരും മുൻപ്. അന്തിമ ദുർഘട സമയമിത്, അധർമ്മമൂർത്തി വരും മുൻപ്. ആത്മീകമാം ദൈവരാജ്യത്തിനായി ആത്മബലത്താൽ അടരാടുക നാം. ആത്മീകമാം ദൈവരാജ്യത്തിനായി ആത്മബലത്താൽ അടരാടുക നാം. പോകുക നാം പോർവീരരായി രക്ഷകനേശുവിൻ പ്രിയജനമേ, രക്ഷാദൂതിൻ പടഹവുമായി ഉണർവോടെ മുൻപോട്ടു പോകുക നാം. രക്ഷാദൂതിൻ പടഹവുമായി ഉണർവോടെ മുൻപോട്ടു പോകുക നാം. നോക്കുക, ഈ യാത്ര ചെയ്യുന്ന ഈ വലിയ സമൂഹം അവരെ കൊണ്ടുപോകുന്നത് ഒരു വഞ്ചനയിലൂടെയാണെന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് ആരാണ് കൊണ്ടുപോകുന്നത്? അധർമ്മമൂർത്തി എന്ന് പറയുന്ന ഒരു പ്രത്യേക സാധനമുണ്ട്. ആ സാധനമാണ് ഇവരെ കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളും സജ്ജരാകണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ആ പാട്ടുകാരൻ. അതുകൊണ്ട് നമ്മൾ ആ ദൗത്യത്തിന് വേണ്ടി മുതിരുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ഇവിടെ അന്തിമ ദുർഘട സമയം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ സകല മനുഷ്യരെയും പൈശാചികന്റെ ആ വലയിൽ അകപ്പെടുത്തിക്കൊണ്ട് ആ നാശത്തിലേക്ക് കൊണ്ടുപോകുവാൻ അവൻ പ്രത്യേകത രീതിയിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു എന്നുള്ളതാണ്. നോക്കുക, തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ 9 മുതൽ ഉള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ പ്രത്യേകത നമുക്ക് കാണുന്നത്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 9 മുതലുള്ള ഭാഗങ്ങൾ, അതിന്റെ 2-ാമത്തെ അധ്യായം 9 മുതലുള്ള ഭാഗങ്ങൾ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. നോക്കുക, ഇവൻ എങ്ങനെയാണ് ആളുകളെ വലിച്ചു കൊണ്ടുപോകുന്നത്? ഒരു പ്രത്യേക രീതിയിൽ അവൻ ആളുകളെ വലിച്ചു കൊണ്ടുപോവുകയാണ്. കാരണം അതൊരു ഒരു എന്താ പറയാ, ആകർഷകമായ രീതിയിൽ അവൻ പലരെയും ആകർഷിപ്പിച്ച് ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക പരിപാടി.
ദൈവമക്കളെ, അവന്റെ കെണിയിൽ ഞാനും നിങ്ങളും അകപ്പെട്ടു പോകരുത്. അധർമ്മമൂർത്തി എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം, വെളിപ്പാട് പുസ്തകത്തിൽ അതിനെ കൃത്യമായിട്ട് നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. എന്താ അതിലെ ആ പ്രത്യേകത? 13-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നമുക്കതിനെ വളരെ വ്യക്തമായിട്ട് കാണുവാൻ കൊണ്ട് സാധിക്കും. ആ ചിത്രം നമുക്ക് അവിടെ കാണുവാൻ കൊണ്ട് സാധിക്കും. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അധർമ്മമൂർത്തിയുടെ ആ സാക്ഷാൽ രൂപം എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ അവന്റെ പ്രവർത്തനത്തിന്റെ ശൈലി എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അവിടുന്ന് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കും. ആ ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം. ആർക്കെങ്കിലും, സഹോദരിമാർക്ക് ആർക്കെങ്കിലും ആ ഭാഗങ്ങൾ ലഭിച്ചെങ്കിൽ ഒന്ന് വായിക്കാം. അപ്പോൾ 10 കൊമ്പും ഒറ്റ സെക്കൻഡ്. മൃഗത്തിന്റെ പേരോ അതാണോ? മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രകൾ അല്ലാത്ത വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയാകും ആകുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവരെ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്ര? അതിന്റെ സംഖ്യ 666. ഇവിടെ നമ്മൾ കാണുമ്പോൾ നമുക്ക് കാണാൻ കൊണ്ട് സാധിക്കുന്നത് 666 എന്ന് പറയുന്ന ഒരു സംഖ്യ കൊണ്ട് ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം നമുക്ക് ഇവിടെ കാണാൻ കൊണ്ട് സാധിക്കും. അധർമ്മമൂർത്തി എന്ന് പറയുന്ന ആ പൈശാചികന്റെ ഏറ്റവും അവസാനത്തെ ഒരു അടവായിട്ട് നമുക്ക് അവിടെ കാണാൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. വ്യത്യസ്തമായ വഞ്ചനാ ശൈലികൾ ഉപയോഗിച്ചുകൊണ്ട് അവൻ ആ ലോകത്തിലെ സകല മനുഷ്യരെയും വഴിതെറ്റിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക പരിപാടിയാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുവാൻ തീരുന്നത്, 666 എന്ന് പറയുന്നത് സാത്താന്റെ മുദ്രയാണ്. ആ മുദ്ര ഏൽക്കുന്നവരാരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല. അവൻ അത് സൂത്രത്തിലൂടെയാണ് കൊണ്ടുവരുന്നത്. വ്യത്യസ്തമായ ആസൂത്രിതമായ ആ പദ്ധതികളിലൂടെ അവൻ അത് വിശ്വാസികളിൽ ഉൾപ്പെടെയുള്ളവർക്ക് ആ മുദ്ര ഏൽപ്പിക്കുവാൻ കൊണ്ടായിത്തീരും. 13-ാം അധ്യായം നമ്മൾ ശരിക്കും പഠിച്ചാൽ, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം നമ്മൾ ശരിക്കും പഠിച്ചാൽ, അവനുള്ളവരെ മുദ്രയിട്ട് മാറ്റി നിർത്തുന്നതായിട്ട് നമുക്ക് കാണുന്നത് കൊണ്ട് സാധിക്കും. പിന്നീട് ഒരു കാരണവശാലും ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ വേണം, അഥവാ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണം സാധ്യമല്ല. അതുകൊണ്ട് ആ വഞ്ചന പദ്ധതികളിൽ ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ അകപ്പെട്ടു പോകാതിരിക്കുവാൻ വേണം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. തെസ്സലോനിക്ക ലേഖനം നമ്മൾ വായിക്കുവാൻ കൊണ്ടായിരുന്നു. അവിടെ അധർമ്മമൂർത്തിയെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവനിപ്പോ അനങ്ങുവാൻ വേണം സാധ്യമല്ല. ചില സൂത്രങ്ങൾ, ചില ശൈലികളിലൂടെ, വഞ്ചനാ ശൈലികളിലൂടെ അവൻ പലരെയും ആകർഷിക്കുന്ന ഒരു പ്രത്യേക ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ ശരിയായ രൂപം പുറത്തു കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ പറയുന്നു 666 എന്ന് പറയുന്ന ആ മൃഗത്തിന്റെ സംഖ്യ ഏൽക്കുന്നവർക്ക് ആർക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണം സാധ്യമല്ല. അതിലകത്തേക്ക് പ്രവേശിക്കുവാതിരിക്കുവാൻ വേണ്ടി അവൻ ചെയ്യുന്ന അടവുകളാണ് നമുക്ക് 13-ാം അധ്യായത്തിലൊക്കെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വിധിയുടെ വിശാല താഴ്വരയിലൂടെ കടന്നു പോകുന്ന ആ ബഹു സമൂഹങ്ങളെ, അല്ലെങ്കിൽ ആ ബഹുസഹസ്രമായ ആ സമൂഹത്തെ രക്ഷിച്ചെടുക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ഒരു വലിയ ബാധ്യതയാണ്, ഒരു കടമയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ തന്നെ നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു എന്നുള്ള നഗ്നമായ സത്യം ഞാനും നിങ്ങളും തിരിച്ചറിയാതെ പോകരുത്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം എന്താ പറയുന്നത്? ആ തെസ്സലോനിക്ക ലേഖനം 2 അധ്യായം അതിന്റെ 9 മുതലുള്ള ഭാഗങ്ങളാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും നോക്കുക, തെറ്റിദ്ധരിപ്പിക്കും. അവൻ തെറ്റിദ്ധരിപ്പിക്കും. അവിടെ പറയുന്നത് അവൻ ദൈവമെന്നോ പൂജാ വിഷയമെന്നോ എന്നുള്ള നിലയിലൊക്കെ അവൻ ദൈവാലയങ്ങളിൽ കടന്നുകൂടുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നോക്കുക, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നോക്കിക്കോ, എന്തെല്ലാം വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ് ഇരിക്കും. നോക്കുക, അതിന്റെ 10-ാമത്തെ വാക്യം, അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൈക്കൊള്ളായകയാൽ തന്നെ. നോക്കുക, അബദ്ധങ്ങൾ എവിടെയാണ് സംഭവിക്കുന്നത്? രക്ഷയുടെ ആ പദ്ധതി, ആ മാർഗം അവർ ഒരിക്കലും അതിലേക്ക് കടന്നു വരുവാൻ സാധിക്കാത്ത നിലയിൽ അവരെ വഞ്ചിച്ച് റൂട്ട് മാറ്റിവിടുന്ന ഒരു പ്രത്യേക പരിപാടി. ഇവിടെയാണ് BPC മിഷൻ ഓഫ് ഇന്ത്യയുടെ എക്സ്പോ എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക ദൗത്യം ഞാനും നിങ്ങളും മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ എന്റെ ഈ ചെറിയ പ്രഭാഷണം ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം ഞാനും നിങ്ങളും ഉത്തരവാദിത്വത്തോടെ ചെയ്യുവാൻ
പറയുവാൻ ബാധ്യസ്ഥരാണ് ഞാനും നിങ്ങളും. ഒരു ദിവസം ഞാനും നിങ്ങൾ കാണുന്ന ഓരോ വ്യക്തികളോടും യേശുക്രിസ്തുവിനെ കുറിച്ചും അവൻ ഒരുക്കിയിരിക്കുന്ന ലോക രക്ഷയെ കുറിച്ചും നമ്മൾ പറയുവാൻ ബാധ്യസ്ഥരാണ്. മറ്റ് ഇതര കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ഒരു ദിവസം ഒരു വ്യക്തിയോടെങ്കിലും സുവിശേഷം പറയുവാനുള്ള സാഹചര്യം ഞാനും നിങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അതുകൊണ്ട് വീണ്ടും ഞാൻ റോമാലേഖനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം, അതിന്റെ മുൻപിലുള്ള വാക്യങ്ങൾ കൂടെ വായിച്ച് ഞാൻ പെട്ടെന്ന് ഇരിക്കുന്നത് വരുന്നു. എന്നാൽ അവർ കേട്ടിട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടിരുന്ന നിശ്ചയം അവിടെ നാദം സർവഭൂമിയിലും അവിടെ വചനം ഭൂതത്തിന്റെ അറ്റത്തോളം വരുന്നു. നോക്കുക, ഈ വചനം നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു വലിയ നിങ്ങളെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് മനസ്സിലാക്കുന്നത് അതിന്റെ 11-ാമത്തെ അധ്യായം 12-ാമത്തെ അധ്യായമൊക്കെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഞാനും നിങ്ങളും ഭയപ്പെടാതെ ഇരിക്കുന്നത് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു എന്ന ചിന്തയോട് കൂടെ ആയിരിക്കാം. പക്ഷേ പൗലോസ് അവിടെ വിവരിക്കുന്നുണ്ട്, ഞെളിയാതെ ഭയപ്പെടണമെന്ന് എന്നോടും നിങ്ങളോടും. കാരണം സ്വാഭാവികമായ കൊമ്പുകൾ എന്ന് പറയുന്ന ഇസ്രയേലിന്റെ കൊമ്പുകളെ ചെത്തിക്കളഞ്ഞ് എന്നെയും നിങ്ങളെയും അപകട സാധ്യത നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും മറ്റുള്ളവരുടെ സുവിശേഷം പങ്കുവെക്കുക മാത്രമല്ല, എന്റെയും നിങ്ങളുടെയും നിലനിൽപ്പിന് വേണ്ടി നാം പ്രവർത്തിക്കുകയും ജാഗരൂകരായി നിൽക്കുകയും ചെയ്യണമെന്നുള്ളത് കൂടെ ഞാൻ ഇവിടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് നമ്മുടെ തീരുകയാണ്. അവിടെ 11-ാം അധ്യായത്തിന്റെ സവിശേഷത വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടിക്കളഞ്ഞ് ആ വൃക്ഷത്തോടു കൂടെ എന്നെയും നിങ്ങളെയും കൂട്ടിച്ചേർക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അത് ആലങ്കാരികമായ ഭാഷയിൽ പറയുന്നത് കാട്ടൊലിവ് എന്നുള്ള നിലയിലാണ് എന്നെയും നിങ്ങളെയും കുറിച്ച് പറയുന്നത്. നോക്കുക, ഒരു തരം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിദേശ മിഷണറിമാർ ഭാരതത്തിലേക്ക് കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിന്റെ രക്ഷാപദ്ധതിയെ കുറിച്ച് അറിയില്ലായിരുന്നു. എന്നാൽ ആ രക്ഷാപദ്ധതി ഇവിടെ ഒരുക്കിയതിന്റെ ആ പുറകിലുള്ള ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത്, എനിക്കും നിങ്ങൾക്ക് ലഭിക്കപ്പെട്ടതെന്ന് പറയുന്നത്, യഹൂദന്മാരുടെ ചില കൊമ്പുകൾ ഒടിച്ചു കളഞ്ഞത് കൊണ്ടാണ്. നോക്കുക, ഞാനും നിങ്ങളും ഈ രക്ഷാപദ്ധതിയിലേക്ക് കടന്നു വരണമെങ്കിൽ, എനിക്കും നിങ്ങൾക്കത് പ്രവർത്തിക്കുവാൻ സാധിക്കണമെങ്കിൽ അതിൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കണം. ഈ രക്ഷാകരമായ പദ്ധതിയെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ. അതുകൊണ്ട് വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന് നമുക്ക് അവിടെ നിന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കുവാൻ അതുകൊണ്ട് ഈ ദൗത്യം ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും സ്വയമേവ ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തുവിന്റെ ആ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഒരു പങ്കാളിയായി തീരുവാൻ എല്ലാവർക്കും ഒരു പ്രോത്സാഹനമായി തീരട്ടെ ഈ പ്രൊമോഷൻ മീറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഇങ്ങനെ അവസരം നൽകി തന്ന കർത്താവിന്റെ ദാസനോടും കമ്മിറ്റിയോടും പ്രിയപ്പെട്ടവരോടും പ്രത്യേകിച്ച് ഈ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരോടുമുള്ള എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്വർഗീയ രാജാവേ തീ കത്തിക്കാം, ആമേൻ തീ കത്തിക്കാം, എന്നിൽ തീ കത്തിക്കാം. സ്വർഗീയ രാജാവേ തീ കത്തിക്കാം. പണ്ടൊരു കാലത്ത് മോശ കണ്ട മുൾപടപ്പിനുള്ളിൽ കത്തിയൊരു, ആമേൻ പണ്ടൊരു കാലത്തിൽ മോശ കണ്ട മുൾപടപ്പിനുള്ളിൽ കത്തിയൊരു, ആമേൻ തീ കത്തിക്കാം, എന്നിൽ തീ കത്തിക്കാം. സ്വർഗീയ രാജാവേ തീ കത്തിക്കാം. മഹത്വത്തിൽ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിനെ ശുദ്ധിയെ നീക്കിടുവാൻ. ആമേൻ മഹത്വത്തിൽ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിനെ ശുദ്ധിയെ നീക്കിടുവാൻ. ആമേൻ തീ കത്തിക്കാം, എന്നിൽ തീ കത്തിക്കാം. സ്വർഗീയ രാജാവേ തീ കത്തിക്കാം, ആമേൻ തീ കത്തിക്കാം, എന്നിൽ തീ കത്തിക്കാം. സ്വർഗീയ രാജാവേ തീ കത്തിക്കാം. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമയാർപ്പണം ചെയ്യുന്നു ഞാൻ. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമയാർപ്പണം ചെയ്യുന്നു
ചെയ്യുന്നു ഞാൻ അമ്മൻ തീ കത്തിക്കാം എന്നെ തീ കത്തിക്കാം സ്വർഗീയ രാജാവേ തീ കത്തിക്കാം അമ്മൻ തീ കത്തിക്കാം എന്നെ തീ കത്തിക്കാം സ്വർഗീയ രാജാവേ തീ കത്തിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നമ്മൾ കേൾക്കുകയാണ്. നമ്മൾ ഒത്തിരി മീറ്റിംഗ് സംബന്ധിക്കുന്നവരാണ്. ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടിലെ പല മീറ്റിംഗ് കഴിഞ്ഞ് വന്നാലും നിങ്ങൾ ചർച്ചയുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ മീറ്റ് ചെയ്ത പോരാ, ആളുകളുടെ എണ്ണം പോരാ, സന്ദേശത്തിൻ്റെ കടുപ്പം പോരാ. പലപ്പോഴും ഇങ്ങനെയൊക്കെ നമ്മൾ വിലയിരുത്തി പോകുന്നവരാ. ആ സന്ദേശത്തിൽ പോരാ, അത് ഇയാൾ നന്നായതുകൊണ്ടോ ഇത് പറയാല്ലാതെ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ശ്രേഷ്ഠോ നമ്മൾ ഇന്ന് കേട്ട ദോതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ടോ? ഞാൻ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമായിരിക്കണം. ഇന്ന് നമുക്ക് സ്വസ്ഥമായി സമാധാനമായി ഇന്ന് ദൈവത്തെ ആരാധിപ്പാൻ സാഹചര്യം ഉണ്ടായിരിക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വടക്കേന്ത്യയിൽ ഒട്ടനം മിഷന്മാർ പ്രതികൂല സാഹചര്യം കടന്നു പോകുന്നത് മീഡിയ കൂടി ഞാൻ ഷെയർ ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടുകാണെന്ന് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. എട്ടും പൊട്ടും തിരിയാത്ത അനവധി ഗ്രാമങ്ങൾ വടക്കേന്ത്യയിലുണ്ട്. നമ്മുടെ കൊട്ടകയിൽ കൊണ്ട് ചോറൂറ്റുന്ന പോലെ നാം ചെന്നു കഴിഞ്ഞാൽ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ ഗ്രാമങ്ങൾ നടത്താൻ വേണ്ടി നേടാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ആവശ്യമാണ്. നാം ഇന്ന് വിചാരിക്കാൻ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ജോലിയുണ്ട്, കുഴപ്പമില്ല, സേഫ്റ്റി. അതുകൊണ്ട് ആരും എനിക്ക് കഴിവില്ല, എനിക്ക് കൂടി പറ്റില്ലെന്ന് പറഞ്ഞിരിക്കാനല്ല. നമുക്കുള്ള പരിധി അനുസരിച്ച് പരിമിതി അനുസരിച്ചുകൊണ്ട് കർത്തൃ ശുശ്രൂഷയിൽ ഏറെ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. കാലങ്ങളേറെയില്ല. കർത്താന്റെ വരവ് ഏറ്റവും ആസന്നമാണെന്ന് ലോകസഭ വിളിച്ചറിയിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉറപ്പുള്ളവർ കുലുങ്ങാത്തവർ നമ്മുടെ പ്രയത്നം ക്രിസ്തുവിൽ വ്യർത്ഥമല്ലെന്ന് മനസ്സിലാക്കി പ്രവർത്തിപ്പാൻ ഓടുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇനി നമുക്ക് ഒട്ടേറെ ഗ്രാമങ്ങൾ വടക്കേന്ത്യയിൽ ഗ്രാമങ്ങൾ നമുക്ക് എടുക്കുവാനായിട്ടുണ്ട്. കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ ഈ മാസത്തിൽ തന്നെ ഞാൻ വടക്കേന്ത്യ പോകാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. എന്താണ് ഇപ്പോൾ സംഭവിക്കാൻ എനിക്കറിയില്ല. ഇനി ക്വാറന്റൈനിൽ ഇരിക്കണ്ടേ എന്ന് എനിക്കറിയില്ല. പിന്നെ ഒരുപാട് പാലാലട്ടുന്നുണ്ട്, നേപ്പാൾ പോകാനുണ്ട്, ജമ്മു കാശ്മീർ പോകാനുണ്ട്, ബംഗാൾ പോകാനുണ്ട്. ഇതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം സമയത്തെല്ലാം ക്രമീകരിച്ച് വിശ്വസിക്കുകയാണ്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഞാൻ ഓരോ പ്രാവശ്യം യാത്ര ചെയ്ത് വരുമ്പോഴും ഓരോ മിഷണറി എടുത്ത് സ്പോൺസർ ചെയ്യും. ഓരോ ഗ്രാമങ്ങളെ കൊണ്ട് കാണിക്കും. ആ ഗ്രാമങ്ങളിലുള്ള മിഷണറിയെ ഞാൻ ദത്തെടുക്കും. ഞാൻ പ്രാർത്ഥിച്ചു പോരും. ഇവിടെ നിന്ന് ഞാൻ മുട്ടമ നിൽക്കും, ഉപവസിക്കും, പ്രാർത്ഥിക്കും. പലരോടും ഇങ്ങനെ കെഞ്ചി ചോദിക്കും, നിങ്ങൾ 100 തരുമോ 50 തരുമോ, അങ്ങനെ കെഞ്ചി ചോദിക്കും. പലരും അവരെ സാമ്പത്തികം എടുത്തു തരും. അങ്ങനെയാണ് നമ്മുടെ കൃപയാൽ ഇതുവരെയും നടത്തിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് എനിക്കിത് പറയാനുള്ളത്, ഇവിടെ ഞാനൊരു 5-6 ബോക്സ് ഇവിടെ ടാക്സ് ബോക്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ പിടിക്കുന്ന മിക്കവരും PPC മിഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്, എനിക്കറിയാം. പക്ഷെ ഞാൻ നിങ്ങളോടല്ല ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കോൺടാക്ട്സിൽ ആർക്കെങ്കിലും വെക്കാൻ സാധിക്കുമെങ്കിൽ, കർത്തൃവേലയെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ കർത്താവിന്റെ ഏജന്റായി ഒരു അംബാസഡർ പ്രവർത്തിക്കുമെങ്കിൽ, നിങ്ങൾ ഇതിനെക്കുറിച്ച് കർത്തൃവേലയെ കുറിച്ച് അത് നിങ്ങൾ ആവുന്ന രീതിയിൽ കോൺടാക്ട്സ് ഉള്ള ആളോട് സംസാരിച്ച് ഈ വേലയെ കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് അവർക്കൊരു ബോക്സ് വെക്കാൻ സാധിക്കുമെങ്കിൽ അത് കർത്താവിലേക്ക് മുതൽക്കൂട്ടാണ്. നമുക്ക് പക്ഷേ കുടുംബമുള്ളത് കൊണ്ട് ഒക്കെ നമുക്ക് വർക്കിന് പോകാൻ ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷെ നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മളാൽ ബന്ധപ്പെടുന്ന വ്യക്തികളുമായിട്ട് ഈ കർത്തൃവേലയെ കുറിച്ച് നമുക്കൊരു ആത്മഭാരം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വേല ചെയ്യാൻ പോലെ ഇപ്പോൾ ഞാൻ 5 ബോക്സിന് കൊണ്ടുവന്നിട്ടുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ ആത്മഭാരം ഉണ്ടെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല, ഞാൻ സാമ്പത്തികം വേണ്ടി ചോദിക്കാൻ വേണ്ടി പറയല്ല. ആർക്കെങ്കിലും കർത്തൃവേലയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ബോക്സ് കൊണ്ടുപോയി നിങ്ങളാവുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഭാഗം നിർത്താൻ ആഗ്രഹിക്കുന്ന മീറ്റിംഗ് അവസാനിക്കുന്ന സമയമായി നന്ദി പറയാൻ കർത്താവ് ശ്രമപ്പെടുകയാണ്. കർത്താവ് ഇന്നയോളം മിഷനെ നടത്തി പരിപാലിച്ചു. സ്തോത്രം. നമുക്ക് കഴിഞ്ഞ 19 വർഷമായി 18 വർഷമായി പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊന്നും പുകഴാനില്ല. ഗലാത്യലേഖനം 6-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം പറയുന്നു, എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്നും പ്രശംസിപ്പാനില്ല, വിദ്യാഭ്യാസമില്ല, സാമ്പത്തികമില്ല, വ്യക്തമായ ബിൽഡിങ്ങുകളില്ല. പക്ഷേ നമ്മൾ ആയിരിക്കുന്നത് ദൈവകൃപയാണ്. കർത്താവ് ഇന്നയോളം നടത്തി പരിപാലിച്ചു. ഞാൻ നേരത്തെ പ്രാർത്ഥന ഓർത്ത പോലെ കഴിഞ്ഞ ആഴ്ചയില് മദ്രാസിൽ പോയി തമിഴ് ഭാഷയിലുള്ള ലാസ്റ്റ് സമ്പത്ത് പത്രം പ്രസിദ്ധീകരിക്കുവാൻ ദൈവം ശക്തനാക്കി. ഞാൻ സൂചിക്കുകയാണ്. അതിന് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. വചന വ്യാപാരം ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യമാണ്. അതുകൊണ്ട് നിങ്ങളും ആ കൂട്ടത്തിൽ ഏത് വിധേനയും PPC മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടം സംഘടനയുടെ കർത്തൃവേലിയിൽ മുന്നേറുന്നത് വളരെ ആവശ്യമാണ്. പ്രാർത്ഥിക്കുക. പ്രത്യേക ഇന്ന് ഈ മാസത്തിൽ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രതികൾ 51 വിഭാഗവാസി കടന്നിരിക്കുന്ന പ്രിയ അബ്ദത്തിനോർത്തും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവർ നന്ദിയോട് ഓർക്കുകയാണ്. ഇങ്ങനെ മീറ്റിംഗ് വെക്കാൻ ദൈവം അവരെ സഹായിച്ചു, നമുക്കാണെല്ലാം സാവകാശം നടത്തിയെന്നും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉപയോഗിക്കുന്ന ധന്യോർത്ത് അവനോർത്തൊക്കെ നമ്മയോർക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരുള്ള നന്ദിയും സ്നേഹത്തിൽ ഞാൻ ഇപ്പോൾ അറിയിക്കുകയാണ്. അവർ ദൈവം അനുഗ്രഹിയുടെ പ്രത്യേകം പ്രാർത്ഥിക്കും. നമുക്ക് ആവശ്യമായ ദൂരം നൽകിയിട്ടുള്ള നോളിബർ നമ്മുടെ കൂടെയുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കുന്ന മോനെ കാലിന്റെ മുട്ടിൽ ചില പ്രയാസമെന്ന് വേദന പറഞ്ഞു, പ്രത്യേകം പ്രാർത്ഥിക്കണമേ. തുടർന്നും കർത്തൃവേലി ഇനിയും അനേകയിടങ്ങളിലെ കത്തിച്ച് ഉപയോഗിക്കാൻ, കർത്തൃവേലയ്ക്ക് വേണ്ടി ഇനിയും ഉപയോഗിക്കപ്പെടാൻ കാണാം. പ്രിയ മകളോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. അദ്ദേഹത്തുള്ള നന്ദിയും സ്നേഹത്തെ ഞാൻ ഇപ്പോൾ അറിയിക്കുന്നു. നമ്മുടെ മധ്യ ബാബായിട്ട് നമ്മുടെ മധ്യമുണ്ട്, നമ്മുടെ ട്രസ്റ്റ് മെമ്പറാണ്, ട്രഷറാണ്. അദ്ദേഹത്തുള്ള നന്ദിയും സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. പ്രിയ ഫാസ്റ്റ് ജെയ്സൺ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ദേശക്കാരനാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണക്ഷൻ പോകാനൊക്കെ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ദേശങ്ങളിലൊക്കെ നമ്മുടെ ഈ മീറ്റിംഗ് ക്ഷണിക്കാൻ വേണ്ടി ഈ ദേശങ്ങൾ ഓടി നടന്ന് പ്രവർത്തിച്ചു. അദ്ദേഹത്തെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, അദ്ദേഹത്തെ നന്ദി അറിയിക്കുന്നു. അതുപോലെ കടന്നു വന്ന എല്ലാ ദൈവമക്കളോർത്ത് ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ ദൈവമക്കളോർത്ത് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. അതുപോലെ നിങ്ങൾ മറന്നു പോകരുത്, മിഷൻ എക്സ്പോ ഇനി നമുക്ക് അത് നടത്തണം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനകളിൽ എല്ലാ ദിവസവും ഈ എക്സ്പോ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ആർക്കെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണമേ. നിങ്ങൾ സഹകരിക്കുന്ന എല്ലാ ദൈവമക്കളോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവർ തോളോടുത്തേർന്ന് പ്രവർത്തിക്കുന്ന എപ്പോൾ വിളിച്ചാൽ വരുന്നു, എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ കൂടെ വരുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. അവരെ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, നന്ദി അർപ്പിക്കട്ടെ. മെയ് 1-ാം തീയതി നമ്മുടെ യൂത്തിന്റെ ക്യാമ്പ് നമ്മൾ വെക്കാൻ ക്രമീകരിക്കുന്നുണ്ട്. യൂത്ത് ക്യാമ്പ് SLC മേലോട്ട് പഠിക്കുന്ന കുട്ടികളുടെ ഒരു ക്യാമ്പ് നമ്മൾ വെക്കാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ആവശ്യത്തെ പ്രത്യേകം പ്രാർത്ഥിക്കുക. മെയ് 1-ാം തീയതി വൈകിട്ട് 7 മണിക്ക് തെക്കേപ്പുറം ഏരിയ കൺവെൻഷൻ വിത്ത് മിഷൻ പ്രൊമോഷൻ എക്സ്പോ പ്രൊമോഷൻ മീറ്റിംഗ് നമ്മൾ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മെയ് 1-ാം തീയതി വൈകിട്ട് 7 മണിക്ക് തെക്കേപ്പുറം ഓഫീസിന് മുകളിൽ വെച്ച് നമ്മൾ അങ്ങനെ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന്. കൂടാതെ തൃശ്ശൂർ, ചേലക്കര, അതുപോലെ തന്നെ പഴനി ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ പ്രൊമോഷൻ മീറ്റിംഗ് ക്രമീകരിക്കാൻ നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഏത് വിധേനയും നമുക്ക് കർത്തൃവേലയിൽ നമുക്ക് പങ്കാളിയാക്കിയിരുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും വിവിധ സഭകളിൽ സംഘപ്പെട്ട ആളുകളാണ്. പക്ഷേ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ, ഏത് വിധേനയും നാം കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടണം. അത് നമ്മുടെ ദൗത്യമാണ്, അത് നമ്മുടെ ലക്ഷ്യമാണ്. പറഞ്ഞ പോലെ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിൽ മറന്നുകൊണ്ട് മുമ്പിൽ കാഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിന്റെ പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. പൗലോസ് പറഞ്ഞ പോലെ എന്ത് വില കൊടുത്തും എന്ത് ജീവന കൊടുത്തും ഞാൻ കർത്തൃവേലയിൽ മുന്നോട്ട് പോകും. യാതൊരു സംശയമില്ല. നമ്മുടെ കായിക ബലമല്ല, ആത്മാവിൽ ബലത്താൽ നാം മുന്നോട്ട് പോകും. പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ജോയ്മം കടന്നു വന്ന് പ്രാർത്ഥിച്ച് കത്തുപത്തിൽ ചൊല്ലി ബാബരൻ ആശോഭനായിരിക്കും. ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, വിശുദ്ധ ദിവസത്തിന്റെ രാത്രി സമയത്തിനായിട്ട് അങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. TPCയുടെ ആഭിമുഖ്യത്തിൽ ഈ ഭവനത്തിൽ കർത്താവെ ഇന്ന് ഇവിടെ കൂടുവാനും കർത്താവെ അങ്ങയുടെ വചനത്തെ ശ്രവിക്കുവാനും തന്ന വിലയേറിയ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. TPCയുടെ വിവിധ പ്രവർത്തനങ്ങളെ ഞങ്ങൾ തിരുസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വെക്കുന്ന എല്ലാ വിഷയങ്ങളും കർത്താവെ അങ്ങ് ജീവിതകരമാവണം സഹായിക്കണമേ കർത്താവേ. കർത്താവിന്റെ മകനെ അവിടെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ അസ്വസ്ഥതകളും വേദനകളും ഒക്കെ ഉണ്ടെങ്കിലും കർത്താവ് നിന്റെ സന്നിധിയിൽ അതിനൊക്കെ മറന്നുകൊണ്ട് കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നിന്റെ മകനെ അവിടെ സഹായിക്കണമെന്ന് ശക്തിപ്പെടുത്തിയിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കഴിഞ്ഞ 51 വർഷക്കാലം കർത്താവെ വളരാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൊടുത്തിരിക്കുന്ന എല്ലാ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. നിന്റെ മക്കളെ അവിടുന്ന് വീണ്ടും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. കടന്നു വന്ന അടിയങ്ങളെ